Good afternoon. Good afternoon. Good afternoon all. Afternoon, ma'am. Strength വളരെ കുറവാണല്ലോ. കുട്ടികൾ ഇത്രയും കയറുന്നുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. പ്രയർ ആരെന്ന്? ഞാനാ, എന്റെ പേര് ഉദ്ദാസ്. ഓക്കെ, പറഞ്ഞോട്ടെ. കാലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും. അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. എന്നായിരുന്നു കേട്ടാ. അപ്പോ സൈൻ ഇൻ ആരാണ്? തോട്ട് ഓഫ് ദ ഡേയും Quote of the day ഞാനാണ്, സൽമ. Be a voice, not an echo. Albert Einstein. തോട്ട് ഓഫ് ദ ഡേയും മോൻ തന്നെയാണോ? സൈൻ ഇൻ ഞാനാണ് മാഡം, നീതു. പറയാം. ഓക്കെ, ഹലോ എവരിവൺ. ഇന്ന് കുറച്ച് സെൽഫ് ഇംപ്രൂവ്മെന്റ്സ് ടിപ്സ് പറയാം. ഒരു 5 ടിപ്സ് പറയാം. ഫസ്റ്റ് വൺ, മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം വിശ്വസിക്കണം നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഫെയിലായി പോകും. സോ നിങ്ങൾ നിങ്ങളോട് സ്വയം സംസാരിക്കുമ്പോൾ അഥവാ സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് നോക്കാം. സെക്കൻഡ് വൺ, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളോട് ഭയങ്കര റൂഡായിട്ട് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഫ്രണ്ടാക്കി വെക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ ട്രീറ്റ് യുവർ സെൽഫ് ഇൻ എ കൈൻഡ് വേ. ആദ്യം നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. തേർഡ് വൺ, എംബ്രേസ് പ്രോബ്ലംസ് ആസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ഗ്രോയിങ്. നമ്മുടെ ജീവിതത്തിൽ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രോബ്ലംസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിനെ ഓവർകം ചെയ്താണ് നമ്മൾ വളരുക. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം, എക്സാമിൽ ഫെയിൽ ആവാം, എന്തെങ്കിലും അസുഖം വരാം. പ്രോബ്ലംസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ അങ്ങനെ എന്ത് പ്രോബ്ലംസ് വന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കാം. ഫോർത്ത് വൺ, ക്രിയേറ്റ് എ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ ലൈഫിൻ്റെ മിഷൻ എന്താണ്, എങ്ങനെയുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, എക്സ്പ്ലോർ ദ റിസോഴ്സ് യു ഡു ഹാവ് ആക്സസ് ടു. അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. സ്റ്റീവ് വണ്ടർ എന്ന ആൾക്ക് കണ്ണ് കാണാനായിട്ട് കഴിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ കേൾക്കാനുള്ള കഴിവിനെ മ്യൂസിക് എന്ന പാഷന് വേണ്ടിയിട്ട് എക്സ്പ്ലോർട്ട് ചെയ്തു. ദെൻ ഇന്ന് അദ്ദേഹത്തിന് 25 ഗ്രാമി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. സോ എത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണ് എന്നുള്ളതിലല്ല, മറിച്ച് നമുക്കുള്ള റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യുന്നതിലാണ് കാര്യം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. നമ്മള് ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മാം പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിഫറൻസ് ആയിരുന്നു പറഞ്ഞത് അല്ലേ? അതെ അതെ. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചോ? ഇവിടെ ഫ്രണ്ടിലേക്ക് വന്നോ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫുള്ള് ഈ ഒരു പേജ് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോ? കാണില്ല അല്ലേ? സോറി, പ്രസന്റ് ചെയ്യാൻ വിട്ടുപോയടാ. സോറി കേട്ടോ, പ്രസന്റ് ചെയ്തോന്ന് വിചാരിച്ചു. ഈ ഇത് എടുത്തില്ലേ? ഫസ്റ്റ് പേജ് എടുത്തില്ലേ? ഡിഫറൻസ് എടുത്ത് അല്ലേ? എടുത്തോ? ഞാൻ പ്രിൻസിപ്പൾസ് മുതൽ എടുക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഡൗട്ട്. ഞാൻ ആദ്യം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് കുറച്ചെടുത്തോല്ലോ, 3-4. ഓക്കെ. ഡിഫറൻസ് കോളം പറഞ്ഞിട്ടില്ല മാം, ശരിക്കും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടില്ല. ഓക്കെ. ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിലൊക്കെ പറഞ്ഞു. കാരണം എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഗെയിൻ ചെയ്യുമ്പോൾ അതവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആയിട്ട് പോവാം, അതവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവാണ്. പക്ഷെ ഡെവലപ്മെന്റ് നമ്മുടെ ലൈഫ് ലോങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
ഗ്രോത്ത് നമുക്ക് ക്വാളിറ്റിയിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് യൂണിറ്റ്സ്, കേജ്, എന്താ പറയാ, സെന്റിമീറ്റേഴ്സ്, അതേപോലെ വെയിറ്റ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് പക്ഷെ നമുക്ക് അങ്ങനെ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പോലും ആ കുട്ടി മെച്ചുവേർഡ് ആണ്, അല്ലെങ്കിൽ ആ പ്രായത്തെക്കാളും അവർക്ക് മെച്യൂരിറ്റി ഉണ്ട്, അങ്ങനെ നമുക്കത് പറയാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഡെവലപ്മെന്റ് പറ്റുള്ളൂ. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഒരു കുട്ടി വളർന്നു എന്ന് പറയുമ്പോൾ അവന്റെ ഹൈറ്റ് ഇത്രയും സെന്റിമീറ്റർ കൂടിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്ത് ഗ്രോത്തും ഡെവലപ്മെന്റും എല്ലാവരും ഇന്റർചേഞ്ച്ലി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഗ്രോത്ത് ആണ് ആദ്യം പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ദ ബോഡി ഓർ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ സ്പെസിഫിക് ആസ്പെക്റ്റിൽ മാറ്റം വരുന്നു. ഇപ്പൊ ഞാൻ വലുതായി എന്ന് പറയുമ്പോൾ എനിക്ക് ഹൈറ്റ് വെച്ചു എന്ന് പറയുമ്പോൾ എന്റെ ഹൈറ്റ് കൂടി, വെയിറ്റ് കൂടുന്നു, അതേപോലെ ബിഹേവിയറിൽ കുറച്ച് മാറ്റം വരുന്നു. ഇതെല്ലാം എന്താണ് ഗ്രോത്ത് എന്ന് നമുക്ക് റെഫർ ചെയ്യാം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് ദാറ്റ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി നല്ല രീതിയിൽ നല്ല ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് അവന്റെ ക്യാരക്ടറില് ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങള്, ഇമോഷണൽ ആയിട്ടുള്ള മാറ്റങ്ങള്, എല്ലാ മാറ്റങ്ങളെയും കൂടി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഡെവലപ്മെന്റ് ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്, ഗ്രോത്ത് ഒരു നാരോ കൺസെപ്റ്റ് ആണ്, ചെറിയ കൺസെപ്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആക്സെപ്റ്റ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആക്സെപ്റ്റിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുന്നു, വെയിറ്റ് കൂടുന്നു, വെയിറ്റ് കുറയുന്നു, ഹൈറ്റ് കൂടുന്നു, ഹൈറ്റ് കുറയുന്നു, ഹൈറ്റ് കുറയില്ല കേട്ടോ, സോറി, ഹൈറ്റ് കൂടുന്നു, നമ്പേഴ്സിൽ വ്യത്യാസം വരുന്നു, ഇത്രയും ഹൈറ്റ് കൂടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. നമുക്ക് ഇങ്ങനെ നമ്പേഴ്സിൽ ഒന്നും മെഷർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ പറയാ, ശ്രീലക്ഷ്മി എക്സാമ്പിൾ പറയാണ്, ശ്രീലക്ഷ്മി കല്യാണത്തിന് മുമ്പ് ഭയങ്കര കുറുമ്പിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് മുമ്പ് നീ ഭയങ്കര കുറുമ്പിയായിരുന്നു, ഇപ്പൊ നിനക്ക് നല്ല അച്ചടക്കം വെച്ചിട്ടുണ്ട്, നല്ല മെച്യൂരിറ്റി വെച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ. നമുക്ക് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. നമ്മുടെ ക്വാളിറ്റിയിലാണ് ആ മാറ്റം വരുന്നത്, ഓരോ ഇൻഡിവിജ്വലിന്റെയും ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇനി ഗ്രോത്ത് എന്ന് പറഞ്ഞാല് നോട്ട് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. നമ്മുടെ ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യുന്നില്ല, ഗ്രോ ചെയ്യുന്നില്ല. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകാണ്. ഇപ്പൊ ഹൈറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഏജ് വരെ നമുക്ക് ഹൈറ്റ് വെക്കും, ഒരു 90 years വരെ നമുക്ക് ഹൈറ്റ് വെക്കുകയാണെങ്കിൽ 90 years കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയി, പിന്നെ നമുക്ക് ഹൈറ്റ് വെക്കൂല. എനിക്ക് എന്റെ 19ാമത്തെ വയസ്സിൽ 154 ഹൈറ്റ്. ഇപ്പോഴും എന്റെ ഹൈറ്റ് എത്ര തന്നെയാണ്, 154 തന്നെയാണ്. പക്ഷേ ഡെവലപ്മെന്റ് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാല് ഞാൻ 18ാമത്തെ വയസ്സിലുള്ള എന്റെ ക്യാരക്ടർ അല്ല ഇന്നത്തെ എന്റെ ക്യാരക്ടർ. നിങ്ങളും അത് ഒബ്സർവ് ചെയ്തു നോക്കുക. 18 വയസ്സിൽ ടീനേജിലേക്കുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു 20-29 വയസ്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മളുടെ ക്യാരക്ടറിൽ നിങ്ങളുടെ ഏജ് വെച്ചിട്ട് നോക്കുക, നമ്മുടെ ക്യാരക്ടറിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് ആൻ അൺസീസിങ് പ്രോസസ്. എന്ന് വെച്ചാൽ അത് ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെയർ ദ മെച്യൂരിറ്റി ഇസ് അറ്റൈൻഡ്. ഇത് എന്ത് ചെയ്യുന്നില്ല, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ എവിടെയും വെച്ചത് സ്റ്റോപ്പ് ആകുന്നില്ല. ഓക്കെ, എന്ത് ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണ്. ത്രൂ ഔട്ട് ലൈഫ് ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മള് പഠിക്കൂലേ, പഠിക്കുന്നത് എന്താണ്, നമ്മൾ അറിവ് നേടാണ്, പുതിയ പുതിയ അറിവുകൾ നേടുന്നു, അതും നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അടുത്താണ് ഗ്രോത്ത്. ഗ്രോത്ത് പറയുന്നത് ഒരു നാരോ കൺസെപ്റ്റ് ആണ്. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് കൂടുന്നു, അതേപോലെ വെയിറ്റ് വ്യത്യാസം വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ചെറിയ കൺസെപ്റ്റ്. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ആയിട്ടുള്ളത് ഉള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ്, ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. ചെറിയ കൺസെപ്റ്റില് കുറച്ച് വൈഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഡെവലപ്മെന്റില് ഒരു കുട്ടിയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ആ വ്യക്തിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വിജ്ഞാനപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ അവന് വന്നിട്ടുണ്ട്, ലാംഗ്വേജിൽ എന്തെല്ലാം മാറ്റങ്ങൾ, എന്തൊക്കെ ലാംഗ്വേജ് അവൻ പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഡെവലപ്മെന്റിൽ വരും. എല്ലാവരോട് കൂടിയിട്ടാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
നമ്മള് ഇനി വരുന്ന ചാപ്റ്റേഴ്സുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ഓരോ ചാപ്റ്റർ ബൈ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാരോ കൺസെപ്റ്റ് ആണ്. ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ട് മാത്രമാണ് എന്ത്, ഗ്രോത്ത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും. അപ്പോൾ ഡെവലപ്മെന്റിന്റെ ഒരു ചെറിയ പാർട്ടാണ് എന്ത്, ഗ്രോത്ത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് ഒന്നില്ലെങ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാം. നിങ്ങൾ മെന്റലി റീറ്റെയിൽഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ട് നമ്മൾ ചൈൽഡ് വെൽഫെയറിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ചാപ്റ്റർ കഴിഞ്ഞോ? ഇല്ല, ചൈൽഡ് വെൽഫെയർ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് പോർഷൻ ആയിട്ട് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ ഈ മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ്. ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്ന് വെച്ചാൽ അവർക്ക് ഏജിനനുസരിച്ച് നല്ല ആരോഗ്യവും അതേപോലെ ഭയങ്കര വെയിറ്റും ഹൈറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവില്ല. അവരുടെ മനസ്സ് എപ്പോഴും ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ മനസ്സായിരിക്കും. അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. അതേപോലെ അങ്ങനെയായിരിക്കും അവരുടെ. അപ്പൊ ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. വളർച്ച ഉണ്ടെന്ന് വിചാരിച്ച് ഡെവലപ്മെന്റ് ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. അത് മെന്റലി റീറ്റെയിൽഡ് ചിൽഡ്രൻസിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. പെട്ടെന്നായിരിക്കും ഈ കുട്ടികൾ വന്ന് നമ്മളെ പിടിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യും, അതിന് ഇത്രയും വലിയൊരു കുട്ടിയെ നമ്മൾ വന്ന് ഹഗ് ചെയ്തേന്ന്. പക്ഷെ അവന്റെ മനസ്സിൽ അവന്റെ ടീച്ചർ എന്ന് പറയുമ്പോൾ അവന്റെ അമ്മയ്ക്ക് കുട്ടിയാണ്. അമ്മേനെ എങ്ങനെയാണ് അവൻ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും അവൻ വന്ന് നമ്മള് പെട്ടെന്ന് ഇറക്കി അങ്ങോട്ട് പിടിക്കും. ചില കുട്ടികളുണ്ടാവും ഭയങ്കര സ്നേഹം കൊണ്ടായിരിക്കും. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കണം, അവരങ്ങനെയാണ്, അവർക്ക് ഡെവലപ്മെന്റ് ഇല്ല, അവർക്ക് അത്രയും ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കണം. അവരെയും ഒരേപോലെ തന്നെ നമ്മൾ സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം അവന്റെ മനസ്സിന്റെ വളർച്ച ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ വളർച്ചയ്ക്ക് അത്രേ ഉണ്ടാവുള്ളൂ. Growth may or may not bring development. Development is possible without growth. ഡെവലപ്മെന്റ് പോസിബിൾ ആണ്, ഗ്രോത്ത് ഇല്ലെങ്കിൽ. നമ്മൾ പറയില്ലേ, പ്രായത്തിനേക്കാളും കവിഞ്ഞ മെച്യൂരിറ്റിയാണ് ആ കുട്ടിക്ക്. അവളുടെ പ്രായത്തിനനുസരിച്ചുള്ള മെച്യൂരിറ്റി, ഓവർ മെച്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കോമൺ ആയിട്ട് നിങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഡെവലപ്മെന്റ് ഇസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലെങ്കിലും ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഓക്കെ, ഇനി ഗ്രോത്ത് ആണ്. The changes generated by growth are visible and can be measured. ഞാൻ പറഞ്ഞു നമ്പേഴ്സിൽ മനസ്സിലാക്കാനും പറ്റും, അതേപോലെ നമ്പേഴ്സിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡെവലപ്മെന്റ് ആൻഡ് നോട്ട് വിസിബിൾ ആൻഡ് cannot be measured. നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പിന്നെ ആൾക്ക് ഇത്രയും ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനും പറ്റില്ല. എന്താണത്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലാതെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് പറ്റില്ല. ഗ്രോത്ത് ഈസ് എ സ്ട്രക്ചറൽ, ഘടനാപരമായിട്ടാണ്. ഇന്നിന്റെ ഏജിൽ ഇന്നിന്റെ ഗ്രോത്ത്, ഇന്നിന്റെ വെയിറ്റ്, ഇന്നിന്റെ ഹൈറ്റ് വെക്കണം, നടന്നു തുടങ്ങണം, അങ്ങനെ ഓരോ സ്റ്റേജസിലും എന്തൊക്കെ ഗ്രോത്ത് ആണ് വേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. പക്ഷെ ഡെവലപ്മെന്റ് ഫങ്ഷണൽ ആണ്. ഓരോ കുട്ടിയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഒരു കുട്ടി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്, ഒത്തിരി സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അവന് പെട്ടെന്ന് ഡെവലപ്മെന്റ് സംഭവിക്കും. എന്നാൽ മറ്റൊരു കുട്ടി ഒന്നും ചെയ്യുന്നില്ല, വീട്ടില് കളിക്കാനും കൂടി പോവാനും വീട്ടിൽ തന്നെ കുത്തിരിക്കുകയാണെങ്കിൽ അവന് ഡെവലപ്മെന്റ് അത്ര പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല. അപ്പൊ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യുന്ന, ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡെവലപ്മെന്റ് പെട്ടെന്ന് സംഭവിക്കും. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ്, ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ടേബിൾ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
റീഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഡിഫറൻസ് കൺഫ്യൂസിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. എത്രാമത്തെ പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. മാം ലാസ്റ്റ് പോയിന്റ് സ്ട്രക്ചറൽ ഫങ്ഷണൽ എന്നുള്ളത് മനസ്സിലായില്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഘടനാപരമായിട്ടാണ്. നമ്മള് ഓരോ ഏജിനനുസരിച്ച് ഇന്ന കാര്യങ്ങൾ, ഇപ്പൊ കുട്ടി ശരിക്കാണെങ്കിൽ നമ്മൾ പറയും ഒരു നമ്മൾ അടുത്തതിൽ പഠിക്കുന്നുണ്ട്, എന്താ പറയാ ഇന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്താ പറയാ, ഒരു പീരീഡ് ഓഫ് കുട്ടികൾ ഇരുന്ന് തുടങ്ങുന്നത് 2 മുതൽ 5 മാസം വരെയാണ്. ക്രൗൾ ചെയ്യുന്നത് 5 to 8 മാസമാണ് ചെയ്യുന്നത്. അതേപോലെ സ്റ്റാൻഡിംഗ് വിത്ത് സപ്പോർട്ട് 8 to 12 ആണ്. നടന്നു തുടങ്ങുന്നത് 12 അല്ലെങ്കിൽ 1 വയസ്സിന് ശേഷം, 1.5 വയസ്സിനുള്ളിലാണ്. അപ്പോ സ്റ്റെയർ കയറി തുടങ്ങുന്നത് 1.5 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഓരോന്നും അത് ഘടനാപരമായിട്ട് നമ്മളത് ഫിക്സഡ് ആണ്. ഗ്രോത്തിന്റെ കാര്യത്തിൽ നമ്മളത് ഫിക്സഡ് ആണ്. ഇന്ന മാറ്റങ്ങൾ ഇന്ന ഏജിൽ സംഭവിക്കേണ്ടതാണ്. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഫങ്ഷണൽ ആണ്. ഒരു കുട്ടിയുടെ പ്രവർത്തനത്തിലൂടെയാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി നന്നായിട്ട് ബുക്കൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യും. അവർ ചെറുപ്പത്തിൽ അവന്റെ പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബുക്കുകൾ റീഡ് ചെയ്യുന്നുണ്ട്. റീഡ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അവർ റീഡ് ചെയ്ത് പറഞ്ഞു കൊടുത്തു. ആദ്യമൊക്കെ റീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, പിന്നെ അവൻ തന്നെ സ്വയം റീഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അത് അവന്റെ ഈ ഫങ്ഷന്റെ ഭാഗമായിട്ട് അവൻ ഒരുപാട് അറിവുകൾ, നമുക്കറിയാലോ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അറിവുകളുടെ ഒരു ഒരു മായാലോകമാണ് ബുക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവൻ ഒരുപാട് അറിവുകൾ കിട്ടി. അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അറിവ് കിട്ടിയത്. പക്ഷെ അവന്റെ അതേ സെയിം ഏജിലുള്ള ഒരു കുട്ടി അങ്ങനെ ബുക്കൊന്നും റീഡ് ചെയ്തിട്ടില്ല, അവൻ വല്ല കാർട്ടൂണൊക്കെ കണ്ട് അല്ലെങ്കിൽ ഗെയിം ഒക്കെ കളിച്ച് നടക്കുകയാണെങ്കിൽ അവന് അത്രയും ഡെവലപ്മെന്റ് സംഭവിക്കണമെന്നില്ല. അപ്പോ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ഡെവലപ്മെന്റ് സംഭവിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ തത്വങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ് ഹെൽപ്സ് ആസ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻ. ആ കുട്ടിയുടെ ഏജിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യിപ്പിക്കുക. അവരുടെ ഏജിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുക. ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്താൽ മതി. അവരുടെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ടാസ്കുകൾ ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഒരു 3 വയസ്സായ ഒരു കുട്ടീനെ കൊണ്ട് ഞാൻ പറയില്ല അവര് കഴിച്ച ഭക്ഷണത്തിന് കഴിച്ച പ്ലേറ്റ് ക്ലീൻ ചെയ്യിപ്പിക്കണം എന്നൊന്നും. പക്ഷെ ആ പ്ലേറ്റ് കൊണ്ടുവന്ന് നമുക്ക് വാഷ് ബേസിന്റെ വെക്കാനായിട്ട് അവരെ ശീലിപ്പിക്കാം. 3 വയസ്സ് കഴിഞ്ഞ് ഒരു 5 വയസ്സാകുമ്പോ എന്ത് ചെയ്യാം, അതൊന്ന് ക്ലീൻ, 5 അല്ലെങ്കിൽ ഒരു 1st സ്റ്റാൻഡേർഡോ ഒരു 2nd or 3rd സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമ്പോൾ മുതൽ അവൻ കഴിച്ച പാത്രം അതൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് പഠിപ്പിക്കാം. ഒരു 4th 5th ഒക്കെ വരുമ്പോഴേക്കും അവരുടെ ഇന്നേഴ്സ് ഒക്കെ അവരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കാം. ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യിപ്പിക്കാം. അതേപോലെ അവര് ബുക്കുകൾ, അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കുകൾ അറേഞ്ച് ചെയ്യിക്കാൻ അവരെ കൊണ്ട് തന്നെ പഠിപ്പിക്കാം. ടൈ കെട്ടാൻ അവര് സ്വയം ടൈ കെട്ടാനായിട്ട് അലോ ചെയ്യുക. ഷൂലേസ് കെട്ടാനായിട്ട് അവരെ തന്നെ അലോ ചെയ്യിപ്പിക്കാം. ബട്ടൺസ് ഇടാൻ, അങ്ങനെ സിബ് ഇടാനായിട്ട് ചെറിയ ചെറിയ ടാസ്കുകൾ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. ഇവിടെ മോണ്ടിസോറിയിൽ വരുമ്പോ നിങ്ങൾ ഫ്രെയിം കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. ഞാനിപ്പോ ഈ പറഞ്ഞ ചെറിയ ടാസ്കുകൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമുകളുണ്ട്. മോണ്ടിസോറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡാണ് ഫ്രെയിമുകൾ. ചില ഒരു കൂട്ടരുടെ ഫ്രെയിമുകളാണ്. തെറ്റാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം. ഫ്രെയിംസ് വെച്ചിട്ട് നമുക്ക് ബട്ടൺസ് ഒക്കെ ഇടാൻ പഠിപ്പിക്കാൻ പറ്റും. സിബ് ഓപ്പൺ ചെയ്യാനും അടയ്ക്കാനും എങ്ങനെയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അതേപോലെ ഷൂലേസ് എങ്ങനെ കെട്ടാം, അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ നമുക്ക് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ വീട്ടിലെ തന്നെ കുട്ടികളെ കൊണ്ട് ഓരോ ടാസ്കുകൾ, അവരുടെ ഏജിനനുസരിച്ച ടാസ്കുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഡെവലപ്മെന്റ് സംഭവിക്കും.
Development help as to know what to accept of a child when to accept it. എപ്പോഴാണ് ആ ഒരു കാര്യം കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് ഡെവലപ്മെന്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഓരോ ഏജിനനുസരിച്ച് അവന് ഡെവലപ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ ഇന്ന ഏജിൽ ഇന്ന കാര്യം അവനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, എക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു മേക്ക് ദ ചിൽഡ്രൻ റെഡി ഫോർ ദ ചേഞ്ചസ്. അവന്റെ ഇപ്പൊ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒത്തിരി മാറ്റങ്ങളുണ്ട് നമുക്കറിയാം. ഈച്ച് സ്റ്റേജസിലേക്ക് വരുമ്പോൾ ഓരോ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവന് അത് മനസ്സിലാക്കാനും അതിന് റെഡി ആവാനും അവനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അഡോളസന്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാല് പെൺകുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഗേൾസിന്റെ ഡെവലപ്മെന്റ് പെട്ടെന്നായിരിക്കും. അപ്പൊ അത് അവർക്ക് ഡെവലപ്മെന്റ് അവരുടെ മെന്റലി അവർ ഓക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു മേക്ക് ദ ചിൽഡ്രൻ ready for the changes that occurs in the place of their body. അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങള്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ബിഹേവിയർ ആൻഡ് ദർ എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് അവർക്ക് മാറാനും പറ്റും. ഓക്കെ. ഡെവലപ്മെന്റ് ഹെൽപ്സ് ഇൻ ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റിട്ടൈൻഡ് ഡെവലപ്മെന്റ്. നമ്മളുടെ കുട്ടി, ഞാൻ പറഞ്ഞു ഏത് വയസ്സിലാണ് കുട്ടികൾ നടന്നു തുടങ്ങേണ്ടത്? എത്ര വയസ്സ് വരെയും കുട്ടികൾക്ക് നടക്കാൻ പറ്റും? 1 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെ കുട്ടികൾക്ക് നടക്കാനുള്ള ടൈമാണ്. അറിയാലോ, 1.5 വയസ്സിനുള്ളിലും കുട്ടി നടന്നിട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റിന് ഒരു മന്ദഗതി ഉണ്ട്. റിട്രൈൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മന്ദഗതിയിലാണ്, സ്ലോ ആണ്, ഡെവലപ്മെന്റ് സ്ലോ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇല്ലേ? ഇപ്പോ നമ്മള് കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും നടന്നു തുടങ്ങിയ എത്ര മാസമായി എന്ന് ചോദിച്ചാൽ അടുത്ത ഡയലോഗ് എന്താണ്? എല്ലാവരോടും ചോദിക്കും നടന്നു തുടങ്ങിയാന്നൊക്കെ. നമ്മൾ കേട്ടിട്ടുണ്ടാവും 8 മാസത്തിൽ 8 അടി വെച്ച് നടക്കണം. അത്രയൊന്നും വേണ്ട. നമ്മള് 1.5 വയസ്സിനുള്ളിൽ കുട്ടി നടന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഡോക്ടറെ കാണിക്കേണ്ടതാണ്, ഡെവലപ്മെന്റ് സ്ലോ ആണെന്ന് നമുക്ക് നോക്കാം പറയാം. അതേപോലെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ സംസാരിച്ചു തുടങ്ങണം അല്ലെ? 2 വയസ്സ് മുതൽ ഒരു 2 വേർഡൊക്കെ വെച്ച് കൂട്ടി സംസാരിക്കണം. 2-2.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു 2 വേർഡൊക്കെ വെച്ച് കൂട്ടി ഒരു സെന്റൻസ് പോലെ അവരുടെ രീതിയിൽ. ഇപ്പൊ പറയാണ് ബോൾ വേണമെന്നാണെങ്കിൽ ബോള് വേണം. അപ്പൊ അത് ബോൾ വേണമെന്നായിരിക്കും അവർ പറയുന്നത്. അല്ലെങ്കിൽ ബോൾ കളിക്കണം എന്നാണെങ്കിലും ബോള്. ചെറിയ വേർഡുകൾ അവർ ബോള് തട്ടണം അല്ലെങ്കിൽ കളിക്കണം, ബോൾ വേണം എന്നൊക്കെ ആണെങ്കിൽ ബോളെന്ന് മാത്രമേ യൂസ് ചെയ്യും. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓക്കെ ആണോ? അവരുടെ ഡെവലപ്മെന്റ് നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓക്കെ ആണോ നോക്കാം. ഇനി 3 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടി സംസാരിച്ച് തുടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട തെറാപ്പീസ് നോക്കണം. എന്താ വെച്ചാല് അവന്റെ ഡെവലപ്മെന്റ് സ്ലോ ആണ്. 3 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ 1, 2, 3 വേർഡ് കുറച്ച് കൂടുതൽ വേർഡ്സുകൾ സംസാരിക്കും. എത്ര വേർഡ്സ് ഒക്കെ ആണെന്ന് നമ്മള് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സമയമാകുമ്പോ പറയും. ഓക്കെ. ഞാൻ പറയുന്നത് വോയിസ് ആണോ ക്ലിയർ ആവാത്തത്? അല്ല മോം, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഓക്കേടാ, ആണോ? ഞാൻ എടുക്കുന്ന പോർഷനാണ് ഇപ്പൊ ഡെവലപ്മെന്റ് മനസ്സിലാകുന്നില്ല. ഇപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ള പോർഷനിൽ 2ാമത്തെ ഇത് തൊട്ട് ഡൗട്ടാണ്. അത് നമ്മുടെ ഡെവലപ്മെന്റ് കൊണ്ട് കുട്ടിക്ക് ഉണ്ടാവുന്ന യൂസ് ആണോ കുട്ടിയുടേതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. അപ്പൊ സെന്റൻസിന്റെ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. നമുക്ക് ഇന്ന ഏജില് ഇന്ന കുട്ടികൾക്ക് ഇന്ന ഡെവലപ്മെന്റ് വേണമെന്നുണ്ട്. അപ്പോ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സംസാരിച്ചു തുടങ്ങണം ഇന്ന ഏജിൽ. ഇപ്പൊ ഒരു 3 വയസ്സാകുമ്പോൾ കുട്ടി സംസാരിച്ചു തുടങ്ങണം. ഒരു 1.5 വയസ്സാകുമ്പോൾ അവൻ നല്ല രീതിയിൽ നടന്നു തുടങ്ങണം. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇന്ന ഏജിൽ വേണം. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഇന്ന ഏജിൽ ഇന്നൊരു ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യണം. ഇപ്പോ 3 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് അവൻ സംസാരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി കുട്ടികളുടെ ഡെവലപ്മെന്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ, അതേപോലെ അവർക്ക് വരുന്ന ഇൻട്രസ്റ്റുകളിൽ വരുന്ന ചേഞ്ചസ്, ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ, അതെല്ലാം മനസ്സിലാക്കാനായിട്ട് കുട്ടിക്ക് പറ്റണം. റെഡി ടു ചേഞ്ച്, ചിൽഡ്രൻസ് ഇസ് റെഡി ഫോർ ദ ചേഞ്ച്. ആ കുട്ടി ആ ഒരു മാറ്റത്തിനനുസരിച്ച് മാറാനായിട്ട് റെഡി ആയിരിക്കണം. അത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മളൊരു കുട്ടീനെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി. അപ്പൊ അവന് ആ ഒരു അന്തരീക്ഷമായിട്ട് ഇഴുകി ചേരാനായിട്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവന് പറ്റണം.
അവൻ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, അവൻ ആ മാറ്റം ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് മാറാനും പറ്റും. അപ്പൊ ഓരോ ചേഞ്ചസിനനുസരിച്ച് ഈ കുട്ടിക്ക് മാറാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് സംഭവിക്കണം. അപ്പോ രണ്ടാമത്തെ പോയിന്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അങ്ങനെ എഴുതിയിരിക്കുന്ന ആ സെന്റൻസിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഇന്ന ഏജില് ഇന്ന ഡെവലപ്മെന്റ് ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് കുട്ടികളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു 3 അല്ലെങ്കിൽ ഒരു വയസ്സ് 1.5 വയസ്സാകുമ്പോഴേക്കും കുട്ടികള് അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ചു തുടങ്ങും. അപ്പൊ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ഇന്ന ഏജ് ആവുമ്പോ അമ്മേന്ന് അച്ഛന്നൊക്കെ വിളിച്ചു തുടങ്ങും. പിന്നെ ഒരു 2 വയസ്സാകുമ്പോ എന്താണ് അത് കൂട്ടി 2 വേർഡ്സ് ഒക്കെ കൂട്ടി സംസാരിക്കാനായിട്ട് തുടങ്ങും. 2 വേർഡ്സ് ഒക്കെ എന്താ ഇതിനല്ല, 2 വേർഡ്സ് ഒക്കെ കൂട്ടി സെന്റൻസ് രൂപത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും. ഒരു 3 വയസ്സാകുമ്പോഴേക്കും അവര് അത്യാവശ്യം വലിയ സെന്റൻസുകൾ സംസാരിക്കാൻ തുടങ്ങും. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അക്സെപ്റ്റ് ചെയ്യാം, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകണം എന്ന് നമുക്ക് പറ്റും. അവര് ഇന്ത്യൻ ഏജിൽ ഇന്ത്യൻ ഡെവലപ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് കുട്ടികളുടെ എന്താ പറയാ ഇൻട്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങള്, ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങള്, അവരുടെ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അവർ റെഡി ടു ചേഞ്ച്, നമ്മൾ ആ മാറ്റത്തിനനുസരിച്ച് മാറാനായിട്ട് കുട്ടികൾ പഠിക്കണം. നമ്മൾ പറയും മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മാറിക്കൊണ്ടിരിക്കണം. അവർക്ക് ആ ഒരു അവരുടെ ഇൻട്രസ്റ്റ് ചിലപ്പോ ആദ്യം സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയായിരിക്കും, ദെൻ ചിലപ്പോ പിന്നെ അക്കാഡമിക്കിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്, ചിലപ്പോൾ ബിഹേവിയറിൽ മാറ്റം വരും. ആദ്യം ഭയങ്കര കുറുമ്പനായിരിക്കും, പിന്നെ ആയിരിക്കും അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ട് വരുന്നത്. അപ്പൊ പല രീതിയിൽ അവരുടെ ഡെവലപ്മെന്റ് നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഓരോ ഡെവലപ്മെന്റും ഇന്ന സ്റ്റേജസിൽ ഇന്ന ഡെവലപ്മെന്റ് വേണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഡെവലപ്മെന്റ് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡെവലപ്മെന്റ് സ്ലോ ആണോ, കുട്ടിയുടെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് സ്ലോ ആണെങ്കിൽ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനും അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, എന്നുവെച്ചാല് ലാംഗ്വേജിന്റെ എക്സാമ്പിളാ പറഞ്ഞത്. ഒരു 3 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടി സംസാരിച്ചു തുടങ്ങുന്നില്ല, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവൻ സംസാരിക്കുന്നില്ലെങ്കിൽ അതെന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. ചിലപ്പോ എന്താ സംഭവിക്കാന്ന് അറിയാമോ, ഈ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് കേൾവി കുറവായിരിക്കും. നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ, കേൾവി കുറവുള്ള കുട്ടികൾ. അപ്പൊ അവർക്ക് നമ്മള് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾവി കുറവാകുമ്പോ അവർ സംസാരിക്കാനും സ്ലോ ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്ക് കേൾവി കുറവിന്റെ പ്രശ്നവുമുണ്ട്, അതേപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വിചാരിക്കും. പിന്നെ നമ്മൾ അറിയാം അവർ സംസാരിക്കാനായിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവനതൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവരോട് ആരും സംസാരിക്കാത്തതുകൊണ്ടാണ് ആ ഡെവലപ്മെന്റ് വരാത്തത്. ഇപ്പൊ മിക്ക കുട്ടികളും നമ്മളിപ്പോ കറന്റ്ലി ഈ സിംഗിൾ ഫാമിലിയിലൊക്കെ വരുന്നില്ലേ, ജോയിന്റ് ഫാമിലി അത്രയില്ല, എന്താ പറയാ ന്യൂക്ലിയർ ഫാമിലിയിലെ കുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്ലോ ആണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. കാരണം അവർ ഒത്തിരി സംസാരിക്കുന്നില്ല. കുഞ്ഞു കുട്ടികളോട് കൂടുതൽ ടൈം സംസാരിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് പെട്ടെന്ന് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പക്ഷെ ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും, അപ്പൊ അവരെല്ലാവരും ഒരുപാട് സംസാരിക്കും, കുട്ടികളോട് സംസാരിക്കും. നമ്മൾ കുട്ടികളെ കളിപ്പിക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ അവര് പെട്ടെന്ന് ലാംഗ്വേജ് ഡെവലപ്ഡ് ആവും. അല്ലാത്ത കുട്ടികൾക്ക് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, സ്ലോ ആയിരിക്കും. 4 പോയിന്റ് മനസ്സിലായോ? ഇനി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് ദ ലൈഫ് കണ്ടിന്യൂസ് ആണ്. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതം കാലം മുഴുവനും ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ പറ്റുന്നുണ്ട്. വെച്ചാൽ നമ്മള് ഇപ്പൊ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണെന്ന് വിചാരിക്കും. അപ്പോ കേരളത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ കൾച്ചറും ആയിരിക്കില്ല പുറത്തൊരു രാജ്യത്ത് പോകുമ്പോൾ. അപ്പൊ അവിടുത്തെ ആ ഒരു മാറ്റത്തിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്, കുട്ടികൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. കണ്ടിന്യൂസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്, മാറ്റത്തിനനുസരിച്ച് മാറാനായിട്ട് പറ്റും. നമ്മളൊരു ഡയലോഗ് പറയുമല്ലോ, മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്ത ചേഞ്ചസ് ഇല്ലാത്തത്, ബാക്കി എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറിക്കൊണ്ടേയിരിക്കണം. ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്.
ചില ഡെവലപ്മെന്റ് സക്സസീവ് ആണ്, നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, അത് നേടിയെടുക്കാനായിട്ട് പറ്റും. ഏർലി ഡെവലപ്മെന്റ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്. നമ്മൾ ഇൻഫാൻസി ചെറിയ കുട്ടികളുടെ ഇൻഫാൻസി സ്റ്റേജസിലുള്ള ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റേജസിലും ഇന്ന ഡെവലപ്മെന്റ് വേണം എന്ന് പറയുന്നു. നമ്മളൊരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ആലോചിക്കാം കേട്ടോ, നമ്മൾ പഠിക്കും. അപ്പൊ ആ സ്റ്റേജസിൽ കുട്ടി ജനിച്ചു, അപ്പൊ ആദ്യം അവരുടെ തല ഉറയ്ക്കണം അല്ലെ, നമ്മൾ ഹോൾഡ് ചെയ്ത് കൈ പിടിച്ചു വെക്കും, തല ഉറച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, കൈ ഹോൾഡ് ചെയ്യണം, കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ. അതെന്തുകൊണ്ടാണ്? അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് ബ്രെയിൻ കഴിഞ്ഞ് പിന്നെ അവരുടെ ഹാൻഡ്, അത് കഴിഞ്ഞ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, തലന്ന് ഉയർത്തും, കമന്ന് വീഴും, മുട്ടിലഴയാനായിട്ട് തുടങ്ങുന്നു, ഇരിപ്പ് കുറയ്ക്കുന്നു, പിന്നെയാണ് പതുക്കെ നടക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജസ് ആ ഇൻഫാൻസി പീരീഡിൽ വരുന്ന ഡെവലപ്മെന്റ് നമ്മൾ ഒത്തിരി മാറ്റങ്ങളുണ്ട്. പെട്ടെന്നാണ് ഓരോ കാര്യങ്ങള് നടന്നു തുടങ്ങുന്നു, ഇരുന്ന് തുടങ്ങുന്നു, നടക്കുന്നു, സംസാരിച്ചു തുടങ്ങുന്നു, അതൊക്കെ പെട്ടെന്നാണ്. അപ്പൊ ഏർലി സ്റ്റേജസിൽ ഒരു കുട്ടി ജനിച്ച ആ ഒരു ഏർലി സ്റ്റേജസിലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ബൈറ്റർ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. പിന്നീട് വരുന്ന ഡെവലപ്മെന്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാണ്? ഏർലി ഡെവലപ്മെന്റിനാണ്. ആദ്യ സ്റ്റേജസിലെ ഫസ്റ്റ് സ്റ്റേജസിലെ ഡെവലപ്മെന്റ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്നത് ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂരിറ്റൈസേഷൻ ആൻഡ് ലേണിംഗ്. ലേണിംഗിന്റെയും മെച്യൂരിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മളൊരു മെച്യൂർഡ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ഡെവലപ്മെന്റിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ എന്താണ് പ്രൊഡക്റ്റ് ആണ് മെച്യൂരിറ്റി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബുക്കൊക്കെ റീഡ് ചെയ്യുന്നു, ഒരുപാട് അറിവുകൾ കിട്ടുന്നു, ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് ട്രാവൽ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരായിട്ട് പെരുമാറുന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലേൺ ചെയ്യണമെങ്കിൽ ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരാണ്? മെച്യൂരിറ്റി വരാണ്. മെച്യൂരിറ്റേഷനിലേക്ക് എത്താണ് നമ്മൾ. ഡെവലപ്മെന്റിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ത്? മെച്യൂരിറ്റി ലേണിംഗ്. There are individual difference in development. ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും കേട്ടോ. ഒരു കുട്ടിക്ക് ഇന്ന ഏജിൽ നടന്നു തുടങ്ങിയെങ്കിൽ മറ്റു കുട്ടി ആ ഒരു ഏജിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും 8 വയസ്സിൽ 8 അടി വെച്ച് നടക്കണം എന്ന്. അപ്പൊ ഒരു കുട്ടി നടന്നു എന്ന് വെച്ച് മറ്റേ കുട്ടി അതേപോലെ ആവണം എന്നില്ല. ചിലപ്പോ ആ കുട്ടി ചിലപ്പോ 1.5 വയസ്സിലായിരിക്കും നടക്കുന്നത്. വ്യത്യാസം ഉണ്ടാവും. ഓരോ ഇൻഡിവിജ്വലിന്റെ കേസിലും ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. ചില കുട്ടികൾക്ക് എന്താ പറയാ, 1 വയസ്സിന് മുമ്പേ പല്ല് ടീത്ത് വരും, ചെറിയ ചെറിയ മിൽക്കി ടീത്ത് വന്നിട്ടുണ്ടാവും. ചില കുട്ടികൾക്ക് ടീത്ത് വരാനായിട്ട് ഒത്തിരി വരും. അപ്പൊ ഓരോ കുട്ടികളിലും ഡെവലപ്മെന്റിലും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. The child is developed unified as whole. Child develops as unified. മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ആണ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ ഏകീകരമായിട്ട് മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ആ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് അതിൽ ഇൻക്ലൂഡഡ് ആണ്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്, സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഇതെല്ലാനും കൂടിയാണ് ഒരു കുട്ടീനെ ഒരു നല്ലൊരു ചൈൽഡ് ആയിട്ട്, നല്ലൊരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറ്റുന്നത്. ഓക്കെ, ഓക്കെ ആണോ? പ്രിൻസിപ്പിൾസ് ക്ലിയർ ആണോ? അല്ല, ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. പ്രിൻസിപ്പിൾസ് പറഞ്ഞ ആ ഒരു സെക്കൻഡ് പോയിന്റ് മാത്രമാണ് എനിക്ക് തോന്നുന്നു. സെക്കൻഡും ചിലപ്പോ തേർഡും പോയിന്റിൽ ഡൗട്ട് ഉണ്ടാവും. ബാക്കി എല്ലാ പോയിന്റ്സും സിമ്പിൾ അല്ലേ? പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. ലാംഗ്വേജിന്റെ പ്രശ്നമാണോ? ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കേ. ഞാൻ പറഞ്ഞേ മെറ്റീരിയൽസ് കാണിച്ചു തരാന്ന്. നിങ്ങളതൊന്ന് റീഡ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഞാൻ മെറ്റീരിയൽസ് എടുക്കാം കേട്ടോ.
എന്നിട്ട് വായിച്ചു നോക്കി എല്ലാവരും. മാം ഒരു ചെറിയ ഡൗട്ട്, പൊട്ടത്തരാണോന്ന് അറിയില്ല. ഈ ലാസ്റ്റ് പോയിന്റിന്റെ മുമ്പിലത്തെ പോയിന്റ് ഇല്ലേ, ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഡെവലപ്മെന്റ് എന്നല്ല, അതിന് മാം ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ. ചില കുട്ടികൾക്ക് പല്ല് മുൻപേ വരും, ചില കുട്ടികൾക്ക് ലേറ്റ് ആയിട്ട് വരും. ഈ പല്ല് വളരുന്നത് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടാണോ? ജസ്റ്റ് പറഞ്ഞതാണ്. ചിലവരിങ്ങനെ പറയില്ലേ പല്ല് വന്നു, അത് ഓരോ സ്റ്റേജസിൽ പറയുന്നതാണ്. ഡെവലപ്മെന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ. നടക്കുന്ന കാര്യം പറയില്ലേ, ചില ആൾക്കാര് 8 മാസത്തിൽ എന്ത് ചെയ്യും, നടന്നു തുടങ്ങി, 8 അടി വെച്ച് നടക്കണം എന്നൊക്കെ ആൾക്കാര്, മുതിർന്നവര് എന്താ പറയുക, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. 8 മാസത്തില് 8 അടി വെക്കണം, അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ ഓരോ കുട്ടികളും അതിൻ്റെതായ ഒരു ഏജിനനുസരിച്ച് 1.5 വയസ്സ് വരെ ടൈം ഉണ്ട്, അതിനുള്ളിൽ നടന്നാൽ മതി എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ഒരു ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആ ഓരോ ടൈമിലും ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലി ഡിഫറൻസ് ആയിട്ടായിരിക്കും ഡെവലപ്മെന്റ് വരുന്നത്. പല പല ഡെവലപ്മെന്റ് ചിലപ്പോ ഞാൻ ഏജ് പറയാം, 18 വയസ്സായിട്ടും ചിലർക്ക് 18 വയസ്സാകുമ്പോഴേക്കും അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ട് തോന്നും, നമുക്ക് ഫീൽ ചെയ്യും. അവരോട് സംസാരിക്കുമ്പോഴും അവരോട് ഇടപെടുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ഡിഫറൻസ് നമുക്ക്, അല്ലെങ്കിൽ ഒത്തിരി മെച്യൂരിറ്റി ഉള്ള പോലെ തോന്നും. ചിലപ്പോ അതേ ഏജിലുള്ള ഒരു കുട്ടിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. ചിലപ്പോ ആ കുട്ടിക്ക് കുട്ടിക്കളി പോലും, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ പോലെ ആയിരിക്കും, കുട്ടിക്കളി മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഡെവലപ്മെന്റും അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഞാൻ പറഞ്ഞു ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻസ്. നമുക്ക് അവരുടെ ഏജിനനുസരിച്ചിട്ട് ടാസ്കുകൾ കുട്ടികൾക്ക് കൊടുക്കാം, ചെയ്യിപ്പിക്കണം. ഇപ്പൊ ചെറിയ ബട്ടൺസ് ഇടാനാണെങ്കിലും, അവരുടെ യൂണിഫോമിന്റെ ടൈ ഇടാനാണെങ്കിലും, ഷൂ ലേസ് കെട്ടാനാണെങ്കിലും അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോണ്ടിസോറിയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. മോണ്ടിസോറിയിൽ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഫ്രെയിമുകൾ. ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ബട്ടൺ ഫ്രെയിം ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത് ബട്ടൺ ഫ്രെയിം ആണ്. സോ നമുക്ക് ഈ ബട്ടൺ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓപ്പൺ ചെയ്യാനും പറ്റും. എന്നിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റും. കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഫ്രെയിം എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്യിപ്പിക്കുക. അപ്പൊ അവരെ ബട്ടൺ ഫ്രെയിം ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റും, ബട്ടൺസ് ഇടാനും ഊരാനൊക്കെ അവരെ കൊണ്ട് തന്നെ പറ്റും. അപ്പൊ അത് നമുക്ക് ചെറിയ കുട്ടികൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴേ, പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ചിലവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അവർ ചിലപ്പോൾ ബട്ടൺസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫ്രെയിം യൂസ് ചെയ്താൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഞാൻ പറയുന്നത് ഷൂ ലേസ് ആണ്. ഞാനത് ഫ്രെയിമിലേക്ക് ഇടുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഷൂ ലേസിന്റെ കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇതൊരു ഷൂ ലേസ് ആണ്. ചെറിയ കുട്ടികൾക്ക് ഷൂ, ഇത് ഇവിടെ ഇതുണ്ട്, ഫ്രെയിം ഉണ്ട്, പക്ഷെ അത് ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഷൂ ലേസ് നമുക്കിങ്ങനെ ഷൂ ലേസ് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഇടാനായിട്ട് അറിയണമെന്നില്ല. അപ്പൊ അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ച് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്, ഷൂ ലേസിന്റെ ഫ്രെയിം. ഇത് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷൂ ലേസ് എങ്ങനെയാണ് കിട്ടേണ്ടത് ഇതെല്ലാം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോ അവര് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ നോർമൽ അവരുടെ ഇപ്പൊ ഒരു വീട്ടില് കുട്ടി ഷൂ ലേസ് കെട്ടാനായിട്ട് അവർക്ക് എന്ത് ചെയ്യും, നോർമലി അവർക്ക് അത് ചെയ്യാനായിട്ട്, സ്വന്തമായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ, ഡിപ്പെൻഡന്റ് അല്ലാണ്ട് ആ കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, മറ്റൊരാളുടെ സഹായം ഇല്ലാണ്ട്. ഇനി അടുത്തതാണ് സിബ് ഫ്രെയിം. സിബ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിബ്. ഈ കുട്ടികൾക്ക് സിബ് ഫ്രെയിം യൂസ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് സ്വയമേ സിബ് ഇടാനും ഊരാനും എങ്ങനെയാണ് എന്നുള്ളത് ചെറുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യാനും പഠിപ്പിക്കാനും പറ്റും. ഓക്കെ, പിന്നെ ഇത് വെൽക്രോ കണ്ടോ, നമ്മള് ചപ്പലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവർക്ക് ഓപ്പൺ ചെയ്യാം. അത് അവർക്ക് തന്നെ അതൊരു പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും,
ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് പിന്നെ വരുന്ന ഇത് ബക്കിൾ ഫ്രെയിം എന്നാ പറയുന്നത്. ഇതിന് നിങ്ങള് ബാഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ, ബക്കിൾ ഫ്രെയിം. ഇത് ബക്കിൾ ഫ്രെയിം ആണ്. അപ്പൊ ബക്കിള് എങ്ങനെ ഇടണം, എങ്ങനെയാണ് അത് ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ പറ്റും. അവർക്ക് കുറച്ചുകൂടി അവരുടെ പ്രാക്ടിക്കൽ ലൈഫ് കുറച്ചുകൂടി കാര്യങ്ങൾ അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇത് കൂടാതെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫ്രെയിംസ് ഉണ്ട്, 8 ഫ്രെയിംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലത്തെ ഫ്രെയിംസ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. വീട്ടില് നിങ്ങൾ സ്വയമായിട്ട് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിന്റെ ടൈം ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാനൊരു പോയിന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞുള്ളൂ. ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്കുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ഏജിനനുസരിച്ച് അവർക്ക് സ്വയമേ ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോ ഇനി ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 ഫാക്ടേഴ്സ് ആണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രല്ലേ ഫസ്റ്റ് ഇതിലെടുത്തത് പേജ്, അത് കഴിഞ്ഞിട്ടല്ലേ ഡിഫറൻസിൽ പോയത്, ബാക്കി പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞിട്ട് ഞാനത് വെച്ചാല് ഞാൻ മിസ് അത് കഴിഞ്ഞിട്ട് എന്തായാലും പറയാന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ ഇത് എന്തായാലും പറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ച്. ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് മിസ് ഈ ഡിഫറൻസ് നമുക്ക് ഗ്രോത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ് പറഞ്ഞതിന് ശേഷം അത് പറയാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ പാരഗ്രാഫുകൾ റീഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്രിൻസിപ്പലിലേക്ക് പോവണ്ടായിരുന്നു, അതിന് മുമ്പ് റീഡ് ചെയ്യായിരുന്നു. ഓക്കെ, ഓരോരുത്തരൊന്ന് റീഡ് ചെയ്യോ ഓരോ പാരഗ്രാഫ്? വായിക്കേണ്ടത്? എടാ അതില്ലേ, ഞാനേ ആദ്യം തന്നെ ക്ലാസ് എടുത്തപ്പോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിഫറൻസ് ആണ് എടുത്തതെന്നാ പറഞ്ഞത്. അപ്പോ ഞാൻ ഈ പാരഗ്രാഫ് റീഡ് ചെയ്തിട്ടില്ല. ഒന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന്റെ മീനിങ് പറഞ്ഞുതരാം. Okay, ma'am. Unit 1, Child Development and Growth. Growth and Development. Human development is a lifelong process which is connected with physical, behavioral, cognitive, and emotional growth and change. In the early stage of life, from babyhood to childhood, childhood to adolescence, and adolescence to adulthood, tremendous changes take place. Although the process, each person develops an attitude and values that guide choice, relationship, and understanding. ഓക്കെ എടാ, നോക്കാട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ ഉള്ള ഒരു പ്രോസസ് ആണ് ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് കണക്റ്റഡ് ഉണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തില് ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കണക്റ്റഡ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഇപ്പൊ ഏജിനനുസരിച്ച് നമ്മളിപ്പോ ഒത്തിരി ഏജ് ആയാലും ചിലർ പഠിച്ചുകൊണ്ടിരിക്കും. ഒരു 50 ഇയേഴ്സിലും ഇപ്പോഴും പഠിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ കോഗ്നിറ്റീവ് ആയിട്ട് അറിവ് കൂടുന്നു. ഇപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഗ്രോത്ത്, ചേഞ്ചസ്, ഇതൊക്കെ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമ്മൾ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ് ആണ്. ചൈൽഡ്ഹുഡ്, അതേപോലെ ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ്, അഡോളസൻസ് ടു അഡൾട്ട്ഹുഡ്. ഇവിടെ എല്ലാം ഒരുപാട് നമ്പർ ഓഫ് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി മാറ്റം വരുന്ന ഏജ് ആണ്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ബേബിഹുഡും അതേപോലെ തന്നെ അഡോളസൻസ് ഏജും ആണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങളുള്ള ടൈം. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഓൾ നാക്കിക്കോട്ടോ. ഓൾ ടു ദ പ്രോസസ്, ഒരു പേഴ്സന്റെ ഡെവലപ്മെന്റ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിലും വാല്യൂലും അതേപോലെ ചോയ്സ്, റിലേഷൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ എന്ത് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇതെല്ലാം കണക്റ്റഡ് ആണ് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചോട്ടാ.
The term growth portions through dimensional augmentation, cellular multiplication, or quantitative changes in sizes, weight, and number. Human growth is based on biological events which cause growth physically that naturally happen in the course during the early stages of life. ഓക്കെ, നമ്മൾ ഈ ഗ്രോത്തും ഡെവലപ്മെന്റും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മൾ ആ ഡിഫറൻസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ, ഗ്രോത്തും ഡെവലപ്മെന്റ് എന്നാണ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മുടെ സെൽസിന്റെ നമ്പേഴ്സിൽ വരുന്ന ആ ഒരു മാറ്റത്തെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരാൾക്ക് ഹൈറ്റ് കൂടി, അയാൾക്കൊരു ഇന്ന സൈസ്, ഇപ്പോ ഒരു കുട്ടിയുടെ കാല് വലുതായി എന്ന് പറയുമ്പോൾ ചപ്പലിന്റെ സൈസ് വ്യത്യാസം വരുന്നു. കുട്ടി വലുതാകുകയാണ്. സൈസിൽ വരുന്ന മാറ്റം, വെയിറ്റിൽ വരുന്ന മാറ്റം, ഹൈറ്റിൽ വരുന്ന മാറ്റം, അതെല്ലാം എന്താണ്, ഗ്രോത്ത് ആണ്. ഏജിൽ വരുന്ന മാറ്റം, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്, ഗ്രോത്തിന്റെ ഭാഗമാണ്. ഹ്യൂമൻ ഗ്രോത്ത് ഇസ് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ഇവന്റ് which cause growth physically that naturally happen in course during the early stages of the life. അപ്പോ ഒരു കുട്ടിയില് ബയോളജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സിൽ ആയിട്ടാണ് നമ്മൾ ഗ്രോത്തിനെ പറയുന്നതെങ്കിൽ ഫിസിക്കലി നാച്ചുറലി സംഭവിക്കുന്ന മാറ്റങ്ങളെ ആ കുട്ടിയുടെ ആദ്യത്തെ സ്റ്റേജസിൽ നമ്മൾ പറയുന്ന ഒരു ബേബിഹുഡ് ടു അഡോൾട്ട്സിന് ആ ഒരു സ്റ്റേജസിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു അഡോൾട്ട്സിന്റെ ഏജ് കഴിഞ്ഞു അഡൾട്ട്ഹുഡിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ഗ്രോത്ത് മെച്യൂരിറ്റിയിൽ എത്തും അല്ലെ. ഒരു 18 ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ 18-19 ഇയേഴ്സ് ആവുമ്പോഴേക്കും നമ്മുടെ ഗ്രോത്ത് ഏകദേശം സ്റ്റോപ്പ് ആകും. അതൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ഹൈറ്റ് വെച്ചിട്ടാണ്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ചപ്പലിന്റെ സൈസ് വെച്ചിട്ട് പറയാം. ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നുള്ളൂ. നമുക്കിപ്പോ ഒരു 5 ആണ് ഇഞ്ചെങ്കിൽ നമ്മളുടെ ഒരു 90 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസിൽ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഹൈറ്റിന്റെ കേസിലും അതെ, 150 നമ്മൾ ഹൈറ്റ് 90 ഇയേഴ്സിൽ എത്രയാണോ ഹൈറ്റ്, ആ ഹൈറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ലൈഫ് ലോങ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. ഗ്രോത്ത് ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ അത് എന്താവുന്നുണ്ട്, സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇനി ഡെവലപ്മെന്റ് നെവർ ദ ലെസ്, ആ പാരഗ്രാഫ് വായിച്ചോ കേട്ടോ. Development, nevertheless, is the product of the psychological and social growth stressed by the environmental and individual behavioral factors, sometimes more easily referred to as maturity. While both of these natural processes are greatly different, both growth and development are closely related steps in producing healthy adults. നമ്മള് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ചേഞ്ചസിനെ, സോഷ്യൽ ഗ്രോത്തിനെയും അതേപോലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഗ്രോത്തിനെയും കൂടി നമുക്ക് ഡെവലപ്മെന്റ് എന്ന് പറയാം. ഒരു ഇൻഡിവിജ്വലിൽ വരുന്ന ബിഹേവിയറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് എല്ലാം കൊണ്ട് ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റത്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റും. ചില സമയത്ത് ഈ ഡെവലപ്മെന്റ് നമ്മൾ മെച്യൂരിറ്റി എന്നും കൂടി പറയും. നമ്മൾ പറയും ഏജിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടാകും കുട്ടിക്ക്. ഓരോ കാര്യങ്ങളും എത്ര പക്വതയോട് കൂടിയാണ് ആ കുട്ടി ചെയ്യുന്നത്, അപ്പൊ മെച്ചുവേർഡ് ആണ്. അപ്പൊ ഡെവലപ്മെന്റ് ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ പ്രോസസ് ആണ്. ശരിക്കും ഡിഫറെന്റും ആണ്, ഗ്രേറ്റ്ലി ഡിഫറെന്റ്. ബോത്ത് ഡെവലപ്മെന്റ് ഗ്രോത്ത് ഈസിലി കണക്റ്റഡ് ആണ്, ക്ലോസ്ലി റിലേറ്റഡ് ആണ്, പക്ഷെ ഡിഫറെന്റ് ആണ്. ഒരു നല്ല ഹെൽത്തി അഡൾട്ടിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും വേണം. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഡെവലപ്മെന്റും വേണം, പ്രോപ്പർ ഡെവലപ്മെന്റും വേണം, പ്രോപ്പർ ഗ്രോത്തും വേണം. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. Crow and Crow remarks that growth refers to the structural and the psychological changes, while the development refers to growth as well as changes in behavior. Crow and Crow എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ആണ്. അവർ പറയുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആയിട്ട് വരുന്ന മാറ്റങ്ങൾ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ട് നമ്മളൊരു എന്താ പറയാ, നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറലായിട്ട് വരുന്ന ചേഞ്ചസിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയെയാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് നല്ല ഹൈറ്റ് വെക്കുന്നു, വെയിറ്റ് വെക്കുന്നു, ഫിസിക്കൽ ചേഞ്ചസിനെ മാത്രമാണ് എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഓവറോൾ ചേഞ്ചസ് നമ്മുടെ ഇൻക്ലൂഡിംഗ് ബിഹേവിയറിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് പറയുന്നു, ഡെവലപ്മെന്റ് പറയും. അടുത്ത പാരഗ്രാഫ് റീഡ് ചെയ്തോ? ഇല്ല റീഡ് ചെയ്തിട്ടില്ല, വായിക്കാം. The word of Allah
The term development refers a progressive series of changes that happen in an orderly, predictable pattern as a result of maturation and experience. ഓക്കെ. അടുത്ത പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് സീരീസ് ചേഞ്ചസ് ആണ്. അത് ഓർഡർലി ഒരു പ്രഡിക്റ്റബിൾ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഈ ഡെവലപ്മെന്റ് പോകുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന ഏജിൽ ഇങ്ങനെ ഡെവലപ്മെന്റ്, ഇന്ന വയസ്സിൽ 1.5 വയസ്സിനുള്ളിൽ കുട്ടി നടന്നു തുടങ്ങണം, അതുപോലെ മൂവ് ചെയ്യാൻ പറ്റണം, അവർ ഇത്രയും ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംസാരിച്ചു തുടങ്ങണം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഡെവലപ്മെന്റിന്റെ റിസൾട്ട് എങ്ങനെയാണ് ഡെവലപ്മെന്റ് കൈവരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെച്യൂരിറ്റൈസേഷനും അതേപോലെ തന്നെ എക്സ്പീരിയൻസിലൂടെയുമാണ് ഒരു വ്യക്തി ഡെവലപ്ഡ് ആകുന്നത്. ഓരോ വ്യക്തികളും ഡെവലപ്ഡ് ആകുന്നത് എങ്ങനെയാണ്? മെച്യൂരിറ്റിയുടെയും എക്സ്പീരിയൻസിന്റെയും റിസൾട്ട് ആയിട്ടാണ് ഡെവലപ്മെന്റ് കൈവരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ചാപ്റ്ററിൽ പറയുന്നത്. ജസ്റ്റ് ഇത് റീഡ് ചെയ്തിട്ട് വേണമായിരുന്നു എനിക്ക് തോന്നുന്നു അടുത്ത പോർഷനിലേക്ക് പോകേണ്ടത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തും ഡിഫറൻസും ലാംഗ്വേജ് ഡെവലപ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറന്നു പോകാതിരിക്കുള്ളൂ. ആഴ്ചയിൽ ഇപ്പോൾ ഒരു 1 ഡേ മാത്രമല്ലേ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകും. നെക്സ്റ്റ് ക്ലാസ്സിൽ കയറേക്കാളും മുമ്പായിട്ട് നന്നായിട്ടൊന്ന് റീഡ് ചെയ്തിട്ട് കയറാം കേട്ടോ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം. കേൾക്കുന്നുണ്ടോ മിസ്? യൂണിറ്റ് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിനെ കുറിച്ചാണ് എടുത്തത്. അതില് ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലെ ഡിഫറൻസ് പറഞ്ഞു തന്നു. അതിന്റെ പ്രിൻസിപ്പിൾസ്, ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് ഫ്രെയിംസ് പരിചയപ്പെടുത്തി തന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു തന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ CPRനെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പ്രസന്റ് ചെയ്തില്ലേ CPRനെ കുറിച്ചിട്ട്? ചെയ്തായിരുന്നു മാം, 2 പേര് മാത്രം ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് ഓക്കേടാ, കുഴപ്പമില്ല കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് കാരണം ഇന്ന് ടൈം ഒട്ടുമില്ല. നമുക്ക് പറ്റാണെങ്കിൽ ഫ്രീ ടൈം ഇങ്ങനെ വരാണെങ്കിൽ അപ്പൊ നമുക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ. ഓക്കേടാ, അപ്പൊ താങ്ക് യു ഓൾ. Thank you. താങ്ക് യു.